ഒന്നും ഒരു കാലഘട്ടത്തിലും വലിയതുമല്ല, ഒന്നും ഒരു കാലഘട്ടത്തിലും ചെറുതുമല്ല. ബാബിലോൺ വലിയ സുശക്തമായിരുന്നു, സൈന്യബലമുണ്ടായിരുന്നു, കോട്ടകളുണ്ടായിരുന്നു, തകരത്തില്ലെന്നുള്ള ചിന്തയുണ്ടായിരുന്നു. പക്ഷെ യുദ്ധം കൂടാതെ ഒരു രാത്രി കൊണ്ട് അതിന്റെ അകത്തളങ്ങളിൽ സൈറസ് എന്ന പേർഷ്യൻ രാജാവ് പ്രവേശിക്കുകയുണ്ടായി. Babylon thought that they were great, they were mighty, they were powerful. Nobody could touch them, nobody could destroy them. But in one night, Cyrus entered this kingdom. അന്നത്തെ പേർഷ്യൻ സാമ്രാജ്യം അല്ലെങ്കിൽ സൈറസ് ചെറിയതാണ്, ബാബിലോൺ വലിയതാണ്. The Persian kingdom, Cyrus is small, Babylon is great. പിന്നെ വന്നത് പേർഷ്യൻ സാമ്രാജ്യമാണ്, 127 രാജ്യങ്ങളാണ്. After that came the Persian kingdom of 127. സൈറസ് ആണ് അവരുടെ ഒന്നാമത്തെ രാജാവ്. Cyrus is the first king. സിന്ധു നദീതടമുള്ള ഇന്ത്യ മുതൽ അതുപോലെ തന്നെ റഷ്യ, അതുപോലെ തന്നെ ഈജിപ്റ്റ്, ഇങ്ങനെയുള്ള 127 രാജ്യങ്ങൾ ഭരിച്ച രാജാവാണ് സൈറസ്. Cyrus is a king who ruled over 127 kings, including India, Russia and many other countries. അദ്ദേഹത്തിന് ശേഷം വന്ന രാജാക്കന്മാരുടെ ഒക്കെ ചരിത്രം ഇവിടെ പറയുന്നുണ്ട്. ദാരിയാവേശ്, ഇത് ലോക ചരിത്രത്തിലുള്ളതാണ്. After that many kings came like Darius and all, their names are written here. ഇപ്പോൾ ആരാണ് പ്രശസ്തരും പ്രബലരുമായിരിക്കും നിൽക്കുന്നത്? പേർഷ്യൻ സാമ്രാജ്യമാണ്. Who is powerful and who is standing strong now? The Persian kingdom. ഇന്ന് കാണുന്ന ഇറാൻ എന്നറിയപ്പെടുന്ന പേർഷ്യൻ സാമ്രാജ്യം. What we say Iran today, it is that kingdom. അവരെ തകർക്കുവാനായിട്ട് ആർക്കും കഴിയത്തില്ല. ഇന്നത്തെ ഒരു കൊച്ചു രാജ്യമാണ് ഗ്രീസ് എന്ന് പറയപ്പെടുന്ന ഒരു കൊച്ചു സാമ്രാജ്യം. In that time there was a small kingdom called Macedonia, Greece. എന്നാൽ അവിടെ ഒരു ചെറിയ ഗ്രൂപ്പ് വീണ്ടും വളർന്നു വരികയാണ് ഗ്രീസിൽ അലക്സാണ്ടറുടെ നേതൃത്വത്തിൽ. In Greece there's a small group growing up under the leadership of Alexander. ചരിത്രത്തിന്റെ താളുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ 127 ചെറിയ ഒരു രാജ്യമായിരിക്കുന്ന ഗ്രീസ് തകർക്കുകയാണ്. If you look at the history, this big kingdom, this big empire of 127 kingdoms was destroyed by the small kingdom called Greece. പ്രബലരും ശക്തരും എന്ന് പറയാൻ കഴിയുന്ന അത്രമാത്രം സൈന്യബലമുള്ള 10,000കണക്കിന് പടയാളികൾ, 1000കണക്കിന് കുതിരകൾ, അതുപോലെ തന്നെ അനേക 127 രാജ്യങ്ങളെ ഭരിക്കുന്ന പേർഷ്യൻ സാമ്രാജ്യത്തെ ഒരു കൊച്ചു രാജ്യം ഗ്രീസ്, മാസിഡോണിയയിലെ അലക്സാണ്ടർ തകർക്കുകയാണ്. This kingdom of 127 kingdoms, they are strong, they are mighty, they have got a big army, they've got horses and chariots. But in spite of all this, the small kingdom called Greece defeated them. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ശക്തരെന്ന് കരുതുന്ന ആളുകൾ പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. That's why I reminded you, you might think you are great, but you can fall anytime. സമ്പത്തും ധനവും മികവും ഉള്ളതുകൊണ്ട് നിലനിൽക്കും എന്നൊരിക്കലും മനസ്സിലാക്കരുത്. Don't think that just because you got the power, you got the money, you got the wealth, nobody can touch you. ചെറിയതെന്ന് കരുതിയ ഗ്രീസിലെ ആ ചെറുപ്പക്കാരൻ ഈ വലിയ സാമ്രാജ്യത്തെ തകർക്കാണ്. ചെറുതും ഒരിക്കലും നിസ്സാരമല്ല. Even if you think you are small, think about this small kingdom Greece, conquered this great nation. ഗ്രീസിലെ മഹാനായ അലക്സാണ്ടർ അന്നത്തെ അരിസ്റ്റോട്ടലിന്റെ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. This Alexander was a student of Aristotle. അദ്ദേഹം മഹാകവിയായിരിക്കുന്ന ഹോമറിന്റെ ഒക്കെ കഥകൾ വായിച്ചിട്ടുള്ള ഒരു വലിയ മഹാനായിരുന്നു മഹാനായ അലക്സാണ്ടർ. This was Alexander the Great. ഇന്ത്യ വരെ പിടിച്ചെടുക്കാൻ വേണ്ടി, ലോകത്തെ മുഴുവൻ ഭരിക്കാൻ വേണ്ടി ശ്രമിച്ച മഹാനായ മനുഷ്യൻ 30 വയസ്സിൽ അദ്ദേഹം ഒരു പനിയിൽ മരിക്കുകയാണ്. This great man, who tried to conquer the whole world, he reached all the way to India. But sadly, at the age of 33, he died just because of a small fever. അപ്പോൾ ലോകം മുഴുവനും പിടിച്ചടക്കാൻ ശ്രമിച്ച ആ മനുഷ്യൻ ഒരു പനിയുടെ പേരിൽ ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെടുകയാണ്. This man who tried to conquer the world, he died just because of a small fever. അത് നമുക്കറിയാം, റോമൻ സാമ്രാജ്യം വന്നു. After that came the Roman Empire. റോമൻ സാമ്രാജ്യം ലോകത്തിലെ പലയിടങ്ങളും പിടിച്ചെടുത്തു. The Roman Empire tried to conquer all of the world. അതിനുശേഷം ബൈസന്റൈൻ സാമ്രാജ്യം വന്നു. Then came the Byzantine kingdom. പിന്നീട് ഒട്ടോമിയൻ സാമ്രാജ്യം വന്നു. Then came the Ottoman kingdom. ഇതെല്ലാം ഇന്ന് മ്യൂസിയങ്ങളിൽ ഒതുങ്ങുകയാണ്. All these kingdoms, they are just kept in museums. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കഴിവുണ്ടെന്നും ശക്തനാണെന്ന് കരുതുന്ന ആരും ഏത് സമയത്തും തകരാം. That's why I reminded you, you might think you are great, you might think you are big, but you can fall any moment. കഴിവില്ല എന്ന് പറയപ്പെടുന്ന ആരും ഏത് സമയത്തും ഉയർന്നും വരാം. Those people who think they are weak, they are nothing, they can be risen up anytime. കാരണം ചരിത്രത്തെയും മനുഷ്യനെയും നിയന്ത്രിക്കുന്നതും നിയമിക്കുന്നതും സർവശക്തനായ ദൈവമാണ്. History and man is governed by the Lord God Almighty. ബലഹീനനാകാം, ബലഹീനൻ എപ്പോഴും ശക്തനാകാം. Any strong can be weak, any weak can be strong.